കണ്ണിന് മുന്നിലുള്ള ഈ കർട്ടൻ, അതായത് നമ്മുടെ ഐലിഡിൻ്റെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നോർമലി ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 15 തൊട്ട് 20 തവണ വരെ ബ്ലിങ്ക് ചെയ്യാറുണ്ട്. ഇതൊരു മണിക്കൂറിലേക്കാവുമ്പോൾ 900 മുതൽ 1200 ടൈംസ് വരെ ബ്ലിങ്ക് ചെയ്യും. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുഖമില്ലാതെ കിടന്നപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ 2 ഇറുക്കിൽ വെച്ചാൽ മതിയായിരുന്നു. അച്ഛൻ്റെ കണ്ണടയിലായിരുന്നു. പക്ഷേ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ പോലെ ഇത് ഒരു ഇൻവോളണ്ടറി പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മളിത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല. ഓരോ തവണ കണ്ണടച്ച് തുറക്കുമ്പോഴും ദോശക്കല്ലിൽ എണ്ണയൊക്കെ സ്പ്രെഡ് ആക്കുന്നത് പോലെ കണ്ണിനും ലിഡിനും ഇടയിൽ കണ്ണുനീരും സ്പ്രെഡ് ആവുന്നുണ്ട്. എപ്പോഴാണോ ഈ കണ്ണുനീരിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് സംഭവിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അപ്പം തന്നെ ഐലിഡ് ക്ലോസ് ആവും. സോ വോളണ്ടറി ആയിട്ടും റിഫ്ലെക്സ് ആയിട്ടും വർക്ക് ചെയ്യുന്ന, കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ കൂടിയാണ് നമ്മുടെ ഐലിഡ്സ്. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഐലിഡ്സ് പെട്ടെന്നൊരു ദിവസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടായാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ആദ്യം നമുക്ക് ഐലിഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തുടങ്ങാം. നിങ്ങൾ സിനിമ കാണാനോ അല്ലെങ്കിൽ സ്റ്റേജസിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള കർട്ടൻസ് കണ്ടിട്ടില്ലേ? അതൊരു ക്ലോത്ത് ആയിരിക്കും, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്നുണ്ടാവും. അതിനുള്ളിലൂടെ ഒരു കയറ് ഉണ്ടാവും. ഈ കയറ് നമ്മൾ വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കയറുകൾ കൺട്രാക്റ്റ് ആവുന്ന ടൈമിൽ ഈ കർട്ടൻ പതിയെ പതിയെ മുകളിലേക്ക് പൊങ്ങിപ്പോവും. ഇതേ സെയിം മെക്കാനിസമാണ് ഐലിഡിലുള്ളത്. ഇവിടെ ക്ലോത്തിന് പകരം സ്കിന്നാണ്, കയറുകൾക്ക് പകരം ഐലിഡിനുള്ളിലെ മസിലുകളാണ്. ഐലിഡിനെ മുകളിലേക്ക് ഉയർത്തുന്നതിനായിട്ട് നമുക്ക് 2 മസിലുകളുണ്ട്. അതിൽ പ്രൈമറി മസിലാണ് LPS, സെക്കൻഡറി മസിലാണ് മുള്ളേഴ്സ് മസിൽ. ഈ മസിലുകൾ കൺട്രാക്റ്റ് ആവുന്ന ടൈമിൽ കർട്ടനൊക്കെ മടങ്ങി മടങ്ങി മുകളിലേക്ക് കയറുന്നത് പോലെ നമ്മുടെ ഐലിഡും മടങ്ങി മടങ്ങി മുകളിലേക്ക് കയറും. ഈ മസിലുകൾ പല കാരണങ്ങൾ കൊണ്ട് വീക്ക് ആകുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ടോസിസ്. ഈ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ഐലിഡിനെ മുഴുവനായിട്ടും മുകളിലേക്ക് ഉയർത്താൻ സാധിക്കില്ല. ഈ മുകളിലേക്ക് പൊന്തിപ്പോയ കർട്ടനെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ നമുക്കൊരു മസിൽ ആവശ്യമാണ്. ആ മസിലിനെ വിളിക്കുന്ന പേരാണ് ഓർബിക്കുലാരിസ് ഒക്കുലെ. ഈ മസിലിനെ കൺട്രോൾ ചെയ്യുന്നത് ഫേഷ്യൽ നെർവ് ആയതുകൊണ്ട് ഫേഷ്യൽ നെർവിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ബെൽസ് പാൾസി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണുകളും പൂർണ്ണമായിട്ട് അടയ്ക്കാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഐ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുവേണ്ടി പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. സോ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ബൈ.